ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പക്ഷേ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുമോ അതോ രാജിവെക്കാതെ സ്ഥാനത്ത് തന്നെ തുടരുമോ? അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിനു മുമ്പ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നത് KPCCയും അതോടൊപ്പം തന്നെ ACCയും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ളവർ എന്ത് പറയുന്നു, KC വേണുഗോപാലിന്റെ ഭാര്യ വരെ, ഡോക്ടർ ആശ വരെ ഇദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കരുതിയത് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ട് തന്റെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയെങ്കിൽ അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിച്ച്, അദ്ദേഹത്തിനൊരു കൂസലുമില്ല. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനെതിരെ ഈ സുനാമി കണക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ആരോപണമായിരുന്നു ഈ ട്രാൻസ്ജെൻഡറായ ഒരു യുവതി ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ആ യുവതിയാണല്ലോ ഇദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു ഇതൊരു വൈകല്യമാണെന്ന രീതിയിലുള്ള പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരുടെ എന്തോ എല്ലാം ഓഡിയോയാണ്, ശബ്ദ സന്ദേശമാണ് പുറത്തുവിടുന്നത്. കാരണം ഇദ്ദേഹത്തിനെതിരെ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ ഭയപ്പെടുന്നത് അവർക്കറിയാം. ഇതൊരു തുടക്കമല്ല. ഇദ്ദേഹത്തിനെതിരെ 20ലധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10ലധികം പരാതികൾ ACCക്ക് തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ ഏത് നിമിഷവും ഈ ഉരുൾപൊട്ടൽ പോലെ, ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥലത്ത് വീണ്ടും ചിലപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്, പിന്നാലെ മറ്റൊരു പൊട്ടൽ ഉണ്ടാകാൻ, അതുപോലെയാണ് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെട്ട് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹം വന്നിട്ട് ആ ട്രാൻസ്ജെൻഡർ യുവതിയുടെ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പരാതിയുമല്ല, എന്നെ കുടുക്കാൻ ശ്രമിച്ചതാണ്. അതിന് പിന്നാലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ്, അദ്ദേഹത്തെ വിമർശിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും അദ്ദേഹം പോരാടുകയാണെന്ന്. അത് സ്വയം തന്റെ ഇപ്പോഴുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റാണ്. ഇത് ആരെയാണ് ഇങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്? മലയാളികളെയോ അതോ കോൺഗ്രസ്സുകാർ? ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ LDFും UDFും മാത്രം. അപ്പോൾ LDFിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF വരും. അതെ, 5 കൊല്ലം കഴിയുമ്പോൾ UDFിനെ അപ്പോൾ മനസ്സിലായില്ല, UDF 5 കൊല്ലം ഇത്തരം അഴിമതിയും ഇത്തരം പീഡനങ്ങൾ പരാതിയും ഉണ്ടാകുമ്പോൾ ജനം കോൺഗ്രസിനെ ജയിപ്പിക്കും, കോൺഗ്രസിൽ ഉണ്ടാകുമ്പോൾ LDFിനെ ജയിപ്പിക്കും. അതെന്തായാലും കേരളത്തിൽ മാറിയത് ഈ തെമ്മാടിക്കൂട്ടോ ഈ പെണ്ണുപിടിയന്മാരും തിരിച്ചറിഞ്ഞില്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതെല്ലാം മാറിയിട്ടുണ്ട്, ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും വേണ്ടല്ല, 2020 കുറിച്ചെങ്കിലും ഇവർ പഠിക്കാൻ ശ്രമിക്കണ്ടേ? 2020 തന്നെ ഇപ്പോൾ 3 പഞ്ചായത്ത് ഭരിക്കുകയാണ്. അതിന്റെ എന്താണ് അതിലൂടെ ജനങ്ങൾ ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം? നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തൃശ്ശൂരിൽ സംഭവിക്കും, അത് നേമത്ത് സംഭവിക്കും, വരും കാലങ്ങളിൽ കേരളം മുഴുവൻ സംഭവിക്കുമെന്ന സന്ദേശം നിരന്തരം പറയുമ്പോഴും അവർ നൽകുമ്പോഴും അത് തിരിച്ചറിയാതെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് ഈ പോക്കൃത്തനങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ ഗുണം സംഭവിക്കാൻ പോകുന്നത് BJPക്കാണ്. BJP വിജയിച്ചതിന് ശേഷം ഈ ചാവാലി പട്ടികൾ കുരയ്ക്കും പോലെ നിന്നിട്ട് വോട്ട് ചോർച്ച, അതെ, തൃശ്ശൂർ പൂരത്തിൽ പൂരം കലക്കി, അതോടൊപ്പം തന്നെ കുടുംബത്തോടെ വന്ന് വോട്ട് ചെയ്തു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം വന്നത് രാജിവെച്ച് പിന്മാറി പോകുക. അതിനുശേഷം അദ്ദേഹം തിരികെ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കും. അങ്ങനെയാണല്ലോ പല നേതാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ഈ ഒരാഴ്ച മുമ്പായിരുന്നല്ലോ ഈ പുതിയൊരു ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായത്. 1 മാസത്തിലധികം ജയിലിൽ കിടക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ മന്ത്രിയാണോ ആരുടെ സ്ഥാനം തെറിക്കുമെന്ന ബില്ല് അവതരിപ്പിച്ചപ്പോൾ KC വേണുഗോപാൽ അമിത്ഷായോട് ചോദിക്കുകയാണ്, നിങ്ങളും ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നു, ഞാൻ ജയിലിൽ കിടക്കും മുൻപ് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അതുപോലെയായിരുന്നു അദ്വാനിക്കെതിരെയും ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഡയറിയിൽ ഒരു പേരുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് മാറി നിന്നത്. അങ്ങനെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടാണ് മടങ്ങി വന്നത്. അത് റിസൾട്ട് അദ്ദേഹം അല്ല, LK അദ്വാനി അല്ല, ഇത് തെറ്റാണ്, അദ്വാനിയുടെ പേരല്ല അത് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം അതാണ് ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണ് അദ്വാനി. അതുപോലെ അദ്ദേഹം ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുക, ഇപ്പോൾ രാജിവെക്കുക. എന്തായാലും നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു 35 വയസ്സല്ലേ ഉള്ളൂ, ഒരു 5 വർഷം കാത്തിരുന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു.
പക്ഷെ അതിന് തയ്യാറാകാതെ ഇദ്ദേഹം പാർട്ടിയും ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. രാജി നൽകാതെ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ എല്ലാ വനിതാ നേതാക്കളും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ തിരിയുമ്പോഴും ഇദ്ദേഹം അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു കാട്ടുകോഴി എന്തിനാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്? ഇപ്പോൾ BJP CPM ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രാജി വേണ്ടെന്നാണ്. ഇദ്ദേഹം പരമാവധി നിന്ന് നാറി അല്ലെ ഒരു 1-2 മാസം കൂടി ഈ പ്രശ്നം കത്തിപ്പോകുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയും. ഒരാഴ്ച മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? VD സതീശന്റെ പരാമർശമാണ്. കോൺഗ്രസ് UDF വീണ്ടും അധികാരത്തിൽ വരും, 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന VD സതീശൻ ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയുന്നുണ്ടോ? ആ ഗതിയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടം കാരണം പോയിരിക്കുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഇപ്പോൾ അദ്ദേഹം ഇന്നും മാധ്യമങ്ങളെ മുന്നിൽ കണ്ടപ്പോൾ ഓടി ഒളിക്കുകയാണ്. കാരണം ചോദ്യം രാഹുൽ എപ്പോൾ രാജിവെക്കുമെന്നാണ്. ഇദ്ദേഹത്തിനെതിരെ ഇനി പരാതി വരുമോ എന്ന് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കലഹം നടക്കുകയാണ്. അങ്ങനെ ഈ പാർട്ടിയെ മുഴുവനായി തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടം കാരണം പോയിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പല ഉപതെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ടത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ച് BJP യെ പരാജയപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിന് മുന്നേറി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ പാലക്കാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് അവിടെ ഏതെങ്കിലും സ്ത്രീകളുള്ള വീട്ടിൽ ഇദ്ദേഹത്തെ കയറ്റുമോ? വോട്ട് ചോദിച്ച് അദ്ദേഹത്തിന് പോകാൻ കഴിയുമോ? ആ രീതിയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ ഇനി കൂടുതൽ പരാജയത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു 2 തവണയായിട്ട് അവിടെ BJP ഭരണത്തിലാണ്, ഇത്തവണ നോക്കിക്കോ, ഞാൻ പിടിച്ചെടുക്കും, ഞാൻ നിരന്തരം വീടുകൾ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് വോട്ടർമാർ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ഭയപ്പെടും. സ്ത്രീകൾ ഓടി ഒളിക്കും, കുട്ടികൾ അടച്ചിട്ട മുറിയിൽ ഒളിക്കും. ആ രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അതെന്തായാലും നിലവിലെ സീറ്റിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടിയിലേക്കായിരിക്കും പാലക്കാട് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ പോകുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ബാധിക്കും. എന്തായാലും പിണറായിക്കാണ് ഇതുകൊണ്ട് വലിയ രീതിയിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ സമയത്ത് ചർച്ചയാകേണ്ടത് ഭരണവിരുദ്ധ വികാരമായിരുന്നു. അതോടൊപ്പം തന്നെ കത്ത് വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ പല വിവാദങ്ങളും പ്രതിസന്ധികളുമായും ഒരു കൂട്ടിലകപ്പെട്ടിരുന്ന ഒരു CPM ആണ് ഇപ്പോൾ ഒരു പക്ഷിയെ പോലെ പറന്നു നടക്കുകയാണ്. അവർക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരും ഇന്ന് തെരുവിലാണ്. കാരണം പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യാൻ. തിരിച്ചാണ് കേരളത്തിൽ സംഭവിക്കേണ്ടതിരുന്നത്. പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിനെതിരെ സമരം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ തിരിച്ചാണ് സംഭവിച്ചത്. അത് എന്തായാലും CPM-ന് ഗുണം ചെയ്യും. പല മണ്ഡലങ്ങളിലും അവർക്ക് ഉണർവ് ലഭിച്ചിട്ടുണ്ട്. ഈ CPM-ന്റെ നമുക്കറിയാം, കേഡർ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർ തെരുവിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആത്മവിശ്വാസം ലഭിക്കുകയുള്ളൂ, അവർക്ക് നിരന്തരം പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് നിരന്തരം പ്രവർത്തനമില്ലെങ്കിൽ ആ പാർട്ടി തന്നെ കേഡർ സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോയാൽ ആ പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. തകർന്നു. അതെ, ഈ കോൺഗ്രസ് അല്ലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടി വരുന്നത്. മറിച്ചിപ്പോൾ BJP ആയാലും CPM ആയാലും അവർ നിരന്തര പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് ഏറ്റവും ബോധ്യമാകുന്നത് ഈ CPM എല്ലാം പ്രതിപക്ഷ പാർട്ടിയായി ഇരിക്കുമ്പോഴാണ്. അവരുടെ ഈ സമരങ്ങളിലൂടെ അവർ അങ്ങനെ വളരുക സാഹചര്യം ഉണ്ടായി. ആ വളർച്ചയായിരിക്കും ചിലപ്പോൾ വലിയ രീതിയിൽ ഭരണപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നത്. പക്ഷെ ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ സമരമില്ല, അവർ പിന്നോട്ട് പോകും. അതാണ് കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നാം കാണുന്നത്. അവർ ഭരണത്തിൽ വരുമ്പോൾ ഇവർ ഈ കേഡർ പ്രസ്ഥാനം ചലിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇവർ പരാജയപ്പെടുന്നത്. അതാണ് തുടർച്ചയായി ഭരണം നടത്തിയപ്പോൾ ബംഗാളിൽ സംഭവിച്ചത്. അതാണ് തുടർച്ചയായി ഭരണം നടത്തിയപ്പോൾ ത്രിപുരയിൽ സംഭവിച്ചത്. അത് തന്നെയാണ് കേരളത്തിൽ പല CPM നേതാക്കളോടും സംസാരിക്കുമ്പോൾ അവർ പറയുകയാണല്ലോ, ഈ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരാജയം അനിവാര്യമാണ്. പ്രതിപക്ഷത്തിരുന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് ഇനി ഒരു ഉണർവ് ഉണ്ടാകൂ. കാരണം കേഡർമാർ ഇറങ്ങി പ്രവർത്തിച്ച് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വലിയ കണ്ടകശേനിയായി ഒരു രാഘുവായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമെന്നാണ്. പക്ഷെ ഏറ്റവും മിനിറ്റുകൾക്ക് മുൻപുണ്ടായ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ സ്വന്തം ഇമേജിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തി സംസാരിക്കുകയാണ്. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വലിയ രീതിയിൽ പല ആരോപണങ്ങളുണ്ടായി. അങ്ങനെയാണെങ്കിൽ എണ്ണി പറയണം, ഇത് എന്റെ വോയിസ് അല്ല,
ഇതെന്റെ ചാറ്റല്ല, ഇതെന്റെ വീഡിയോ, ഒരു ദൃശ്യമല്ല, വീഡിയോ കോൾ ചെയ്യുന്ന ദൃശ്യമല്ല ഉണ്ടല്ലോ, അതെല്ലാം എന്റെ അല്ല, ഞാൻ ഇതിനെതിരെ കോടതിയെ സമീപിക്കും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? എന്തായാലും കോൺഗ്രസ് പാർട്ടി അടിയന്തരമായി അതിവേഗമെടുത്ത് ഒന്നുകിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ രാജി എഴുതി വാങ്ങണം.